من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم صل وسلم وبارك عليه. ബാബുൽ ബദൽ, ബദലുമായി ബന്ധപ്പെട്ട ബാബാണ്, അധ്യായമാണ്. നമ്മൾ താബിഉകളെ കുറിച്ച് അവാമിൽ എന്ന് പറയുന്ന കിതാബിൻ്റെ അവസാനം പറഞ്ഞിരുന്നു. 5 താബിഉകൾ ഉണ്ട്. ഒന്ന് സിഫത്ത്, തഅ്കീദ്, ബദല്, അത്ഫ് ബയാന്, അത്ഫും ബിൽ ഹർഫ്. അപ്പോൾ നമ്മൾ സിഫത്തിനെ കുറിച്ച് പറഞ്ഞു, തഅ്കീദിനെ കുറിച്ച് പറഞ്ഞു, അത്ഫിൻ്റെ അക്ഷരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ബദലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണം പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ജാഅനി അഖൂക മുഹമ്മദുൻ. ജാഅ വന്നു, നീ എൻ്റെ അടുക്കൽ വന്നു. അഖൂക നിന്റെ സഹോദരൻ വന്നു. മുഹമ്മദുൻ എന്തെന്ന് മുഹമ്മദ് വന്നു. അപ്പോൾ ഇവിടെ അഖൂക എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പദം മുഹമ്മദ് എന്ന പദത്തിനെ നിർത്തി. ഈ മുഹമ്മദ് എന്ന പദമാണ് ബദല്. ഈ മുഹമ്മദ് എന്ന പദമാണ് ബദല്. അഖൂക എന്നത് മുബ്ദല് മിൻഹു എന്ന് അതിന് പേര് പറയാം. അഖൂക എന്നുള്ളതിന് നമ്മൾ സിഫത്തിൻ്റെ അധ്യായത്തിൽ ഇങ്ങനെ രണ്ടാമത് വരുന്നതിന് സിഫത്ത് എന്നും ആദ്യത്തതിന് മൗസൂഫ് എന്നും പറഞ്ഞിരുന്നു. തഅ്കീദിൻ്റെ അധ്യായത്തിൽ രണ്ടാമത് വരുന്നതിന് തഅ്കീദ് എന്നും മറ്റേത് മുഅക്കദ് മിൻഹു എന്നും, മുഅക്കദ് എന്നും രണ്ടാമത്തതിന് മുഅക്കദ് ബിഹി എന്നും പറഞ്ഞിരുന്നു. അത്ഫിൻ്റെ അവിടെ അത്ഫിൻ്റെ അക്ഷരത്തിന് ശേഷം മഅ്തൂഫ് എന്നും അത്ഫിൻ്റെ അക്ഷരത്തിന് മുമ്പ് മഅ്തൂഫ് അലൈഹി എന്നും പറഞ്ഞിരുന്നു. അതുപോലെ ഈ ബദലിൻ്റെ അധ്യായത്തിൽ ബദലും ഉണ്ടാകും, മുബ്ദല് മിൻഹുവും ഉണ്ടാകും. ഈ ഞാൻ റൗണ്ട് ചെയ്ത രണ്ടാമത് വരുന്ന വസ്തു ഇസ്മ് ആണ് ബദല്. ഒന്നാമത് അടിവരയിട്ട അഖൂക എന്നത് മുബ്ദല് മിൻഹു ആണ്. അതിൽ നിന്നാണ് ബദല് ഉണ്ടാക്കപ്പെട്ടത്. ജാഅനി അഖൂക നിന്റെ സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു. അഖൂക എന്നുള്ളിടത്ത് ലമ്മത്ത് കൊണ്ട് റഫ് ആണ്, അത് ഫായിലാണ്. ജാഅ എന്ന ഫീലിൻ്റെ ഫായിലാണ്. അപ്പോൾ അത് വാവ് കൊണ്ടാണ്, ലമ്മത്ത് കൊണ്ടല്ല, വാവ് കൊണ്ടാണ് അവിടെ റഫ്. എന്നാൽ അതിൽ നിന്നും ബദല് വന്ന മുഹമ്മദുൻ എന്നതിനും ഇഅ്റാബ് എന്ത് തന്നെയാണ്? റഫ് തന്നെയാണ്. ഇവിടെ ലമ്മത്ത് കൊണ്ടാണ് റഫ് മുഹമ്മദ് എന്നുള്ള സ്ഥലത്ത്, മറ്റോടത്ത് വാവ് കൊണ്ടാണ് റഫ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഷംന മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണം. രണ്ടാമത് ഉദാഹരണം നോക്ക് നിങ്ങൾ. റഅയ്തു അഖാക മുഹമ്മദൻ. അവിടെ റഅയ്തു ഞാൻ കണ്ടു, അഖാക നിന്റെ സഹോദരനെ ഞാൻ കണ്ടു. അപ്പം അത് മഫ്ഊലാണ്. മഫ്ഊല് അലിഫ് കൊണ്ട് നസ്ബാണ്. അപ്പോൾ അവിടെ രണ്ടാമത് പറഞ്ഞ ബദലിന് മുഹമ്മദൻ എന്ന് അവിടെയും നസ്ബ് കൊടുത്തു. പക്ഷെ അവിടെ നസ്ബ് ഫത്ഹത്തു അല്ല. മൂന്നാമത്തെ ഉദാഹരണം
മറർത്തു ബി അഖീക മുഹമ്മദിൻ. മറർത്തു ബി അഖീക, നിന്റെ സഹോദരൻ്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. എന്നിട്ട് മുഹമ്മദിൻ എന്ന് മറ്റൊരു വസ്തു കൊണ്ട് അതിന് ബദല് പറയുകയും ചെയ്തു. ആ അഖീക എന്നതിൻ്റെ സ്ഥാനത്ത് നിർത്തുകയും ചെയ്തു. അപ്പോൾ മുഹമ്മദിൻ്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. അപ്പോൾ മുഹമ്മദിൻ എന്നതിനിക്കും ജറാണ്, അഖീക എന്നുള്ളതിനിക്കും ജറാണ്. അഖീക എന്നുള്ളിടത്ത് യാ കൊണ്ടാണ് ജറ്, മുഹമ്മദിൻ എന്നുള്ളിടത്ത് കസ്റത്ത് കൊണ്ടാണ് ജറ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറയും. നോക്കാം. വൽ ബദലു, ബദല് യത്ബഉ, അത് പിൻപറ്റും, അത് പിന്തുടരുന്നതാണ്. അൽ മുബ്ദല മിൻഹു, മുബ്ദല മിൻഹുവിനോട് പിന്തുടരും. അതാ നമ്മൾ മുബ്ദല മിൻഹു പറഞ്ഞു, അഹൂക്ക എന്നുള്ളതാണ് മുബ്ദല മിൻഹു. അഹൂക്ക എന്നതിനോട് മുഹമ്മദ് എന്ന ബദല് പിന്തുടരും. എവിടെ പിന്തുടരും? ഏത് വിഷയത്തിലാണ് പിന്തുടരുക? ഫിൽ ഇഅ്റാബി, ഇഅ്റാബിന്റെ വിഷയത്തിൽ. മുബ്ദല മിൻഹുവിന് റഫ് ആണെങ്കിൽ ബദലിനും റഫ്, മുബ്ദല മിൻഹുവിന് നസ്ബ് ആണെങ്കിൽ ബദലിനും നസ്ബ്, മുബ്ദല മിൻഹുവിന് ജറാണെങ്കിൽ ബദലിനും ജർ. ആ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ എന്താണ് ബദല് എന്ന് പറഞ്ഞാൽ വഹുവ, അത്. ബദല് എന്ന് പറഞ്ഞാൽ അൻ തദ്കുറ, നീ പറയലാണ്. ഷൈഅൻ, ഒരു വസ്തുവിനെ പറയലാണ്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ നമ്മൾ ഒരു വസ്തു എന്നുള്ളിടത്ത് ഏതെടുക്കുക? മുഹമ്മദ് എന്ന് എടുക്കുക. അല്ല, ഇവിടെ അഹൂക്ക എന്ന് എടുക്കുക. ഒരു വസ്തുവിനെ പറഞ്ഞു, അഹൂക്ക എന്നുള്ളതിനെ പറഞ്ഞു. എന്നിട്ട് സുമ്മ തുഖീമ, പിന്നെ നീ നിർത്തലാണ്. സുമ്മ തുഖീമ, നീ നിർത്തലാണ്. മുഖാമഹു, ആ വസ്തുവിൻ്റെ സ്ഥാനത്ത്, അഹൂക്ക എന്നതിൻ്റെ സ്ഥാനത്ത് നീ നിർത്തലാണ്. ഷൈഅൻ ആഖറ, മറ്റൊരു വസ്തുവിനെ. അപ്പം ആദ്യം ഒരു വസ്തുവിനെ നീ പറയണം, പിന്നെ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വസ്തുവിനെ നിർത്തണം. നഹ്വു ഖൗലിക, നിന്റെ വാക്ക് പോലെ. ജാഅനി അഖൂക മുഹമ്മദുൻ വറഅയ്തു അഖാക മുഹമ്മദൻ വമറർതു ബി അഖീക മുഹമ്മദിൻ. ഫഅബ്ദൽത, നീ പകരം കൊണ്ടുവന്നു, ബദല് ആക്കി. മുഹമ്മദൻ, മുഹമ്മദ് എന്നുള്ളതിനെ ബദലാക്കി കൊണ്ടുവന്നു. എന്തിനെ തൊട്ട് ബദലാക്കി? അൻ അഖീക, അഖീക എന്നതിനെ തൊട്ട് ബദലാക്കി. വ അഖംത, നീ നിർത്തുകയും ചെയ്തു. ഹു, മുഹമ്മദ് എന്നുള്ളതിനെ നീ നിർത്തുകയും ചെയ്തു. മുഖാമ ഹു, അഖീക എന്നതിൻ്റെ സ്ഥാനത്ത് നിർത്തുകയും ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറയും. യെസ്. അപ്പം ബദല് എന്താണ് എന്ന് പറഞ്ഞു, മുബ്ദല മിൻഹു എന്താണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ബദലും മുബ്ദലു മിൻഹുവും തമ്മിൽ പിന്തുടരുന്ന വിഷയവും നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണോ? അത് മൂന്നും ഒക്കെ അല്ലേ? നോട്ട് ചെയ്തില്ലേ? ഫൈസ, യെസ്. ഇനി പറയുന്നത് ബദല് 3 വിധങ്ങളാണ്. 3 വിധം, 3 ഇനങ്ങളാണ് ബദല്. അതിൽ ഒന്നാമത്തതിൻ്റെ പേര് ബദലുൽ കുല്ലി മിനൽ കുല്ല്. പേര് നോക്കണേ, ശ്രദ്ധിക്കണേ. ബദലുൽ കുല്ലി മിനൽ കുല്ല്. രണ്ടാമത്തതിൻ്റെ പേര് ബദലുൽ ബഅദി മിനൽ കുല്ല്. രണ്ടാമത്തതിൻ്റെ പേര് ബദലുൽ ബഅദി മിനൽ കുല്ല്. മൂന്നാമത്തതിൻ്റെ പേര് ബദലുൽ ഇസ്തിമാല്. ബദലുൽ ഇസ്തിമാൽ, ബദലുൽ ഇസ്തിമാൽ. അത് മൂന്നും കൂടി പറഞ്ഞാൽ നമ്മൾ ആ ഭാഗം ക്ലോസ് ചെയ്തു.
എന്താ ബദലുൽ കുല്ല് മിനൽ കുല്ല് എന്ന് പറഞ്ഞാല്? അതായത് മുബുദലു മിൻഹുവിൻ്റെ മുഴുവനുമാണ് ബദല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, ജാഅനി, നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, അഹൂക്ക മുഹമ്മദുൻ, നിന്റെ സഹോദരൻ അത് തന്നെയാണ് മുഹമ്മദ്. നിന്റെ സഹോദരൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല, അല്ലെങ്കിൽ നിന്റെ സഹോദരൻ്റെ പുറത്തുള്ള, നിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നല്ല, നിന്റെ സഹോദരൻ തന്നെയാണ്. അപ്പൊ അതാണ് മുബുദല് മിൻഹു, അതായത് ഒന്നാമത്തെ ഇസ്മ. ആ ഇസ്മ പൂർണ്ണമായും ബദലു കൊണ്ട് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് ബദലുൽ കുല്ല് മിനൽ കുല്ല്, ഫുൾ, കുല്ല് പറഞ്ഞ ഫുൾ, ഫുൾ തന്നെ. മുബുദല് മിൻഹു ആകുന്ന കുല്ലിൽ നിന്നും ബദലാകുന്ന കുല്ലിനെ തന്നെ എന്ത് ചെയ്തു? ഉദ്ദേശിച്ചു. രണ്ടാമത് പറയാം നമുക്ക്, ബദലുൽ ബഅളി മിനൽ കുല്ലി. മുബദൽ മിൻഹു കുല്ലാണ്, പക്ഷേ അതിൻ്റെ ബദല് കൊണ്ടുവന്നപ്പോ ബഅളാണ്, അല്പമാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഫുള്ളായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണം ഇവിടെ നോക്ക് നിങ്ങൾ, അക്കൽത്തു, ഞാൻ തിന്നു, അസ്സമക്കത്ത, മത്സ്യത്തിനെ, മത്സ്യം ഞാൻ ഭക്ഷിച്ചു. മത്സ്യം എന്ന് പറഞ്ഞാൽ തലവടും വാലുവടും മുള്ളുവടും മാംസം വടും എല്ലാം പെടും. അതാണ് മത്സ്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ കുല്ലിൽ നിന്നും ബദലായി കൊണ്ടുവന്നത് അല്പമായിരുന്നു. റഅ്സഹ, അതിൻ്റെ തല തിന്നു. തലയാണ് തിന്നത്, ബാക്കിയുള്ളതൊന്നും തിന്നിട്ടില്ല. അപ്പൊ സമക്കത്ത് എന്ന് പറയുന്ന കുല്ലിൽ നിന്നും, അതാണ് മുബദൽ മിൻഹു. റഅ്സ എന്ന് പറഞ്ഞ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്, അല്പം ഭാഗം മാത്രമാണ് അവിടെ ബദലാക്കി കൊണ്ടുവന്നത്. നേരത്തെ പറഞ്ഞ പോലെ അഹ് എന്ന് പറയുന്ന വ്യക്തി തന്നെ കംപ്ലീറ്റ് ആണ് സെയ്ദ് എന്നുള്ളത്, അല്ലെങ്കിൽ മുഹമ്മദ് എന്നുള്ളത്. ഇവിടെ അങ്ങനെയല്ല. മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ജുസ്, ഒരു പാർട്ട്, ഒരു ഭാഗം ആണ് തല. തലയാണ് ഇവനിവിടെ തിന്നതും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എവിടെ 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 ഇനി മൂന്നാമത്തത് നോക്കണേ, ബദലുൽ ഇസ്തിമാല്. കുല്ലുമല്ല ബഅളുമല്ല, പുറത്തുള്ള ഒരു സംഗതി, പുറത്തുള്ളത് ഉദ്ദേശിച്ചു. നോക്ക, ഉദാഹരണം പറയാം. സുലിബ സെയ്ദുൻ, സെയ്ദ് ഊരപ്പെട്ടു. സൗബുഹു, സെയ്ദിന്റെ വസ്ത്രം. സെയ്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പാർട്ടല്ല വസ്ത്രം എന്നുണ്ട്. സെയ്ദ് എന്നത് തന്നെ വസ്ത്രവും അല്ല. പിന്നെന്താണ്? സെയ്ദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, സെയ്ദിനെ ഉൾക്കൊള്ളുന്ന, സെയ്ദുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന, ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ് വസ്ത്രം. സെയ്ദിന്റെ കുപ്പായം, സെയ്ദിന്റെ വസ്ത്രം എന്നുള്ളത്. അപ്പൊ സൗബുഹു എന്നുള്ളത് ബദലാക്കി കൊണ്ടുവന്നു. എന്തിൽ നിന്ന്? സെയ്ദ് എന്ന ഒരു പദത്തിൽ നിന്ന്, സെയ്ദ് എന്ന ഒരു വസ്തുവിൽ നിന്ന്. ആ സെയ്ദിന്റെ ഏതെങ്കിലും പാർട്ടാണോ വസ്ത്രം? അല്ല. സെയ്ദ് തന്നെയാണോ വസ്ത്രം? അല്ല. പക്ഷെ എന്തോ ഒരു ബന്ധമുണ്ട്, സെയ്ദിന്റെ വസ്ത്രമാണ്. അപ്പൊ സെയ്ദുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? പറയൂ കാശിഫ, ഷംന. ഈ മൂന്ന് രൂപം നമ്മളത് 3 ഉദാഹരണം പറഞ്ഞു. സുലിബ സെയ്ദുൻ സൗബുഹു, അതുപോലെ അകൽതു സമക്കത്ത റഅ്സഹ, അതുപോലെ ജാഅനി സെയ്ദുൻ അഹൂക. ഈ ആയത്തും കൂടി പറഞ്ഞാൽ അത് അവസാനിച്ചു. ബദലുൽ കുല്ലിനുള്ള ആയത്താട്ടോ. ഇഹ്ദിന, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണം. അസ്സിറാത്തൽ മുസ്തഖീം,
ചൊവ്വായ വഴിയിൽ. ഈ മുസ്തഖീം എന്നുള്ളത് സിറാത്തിൻ്റെ സിഫത്താണ്. അപ്പോൾ ഇതാണ് മുബുദൽ മിൻഹു. അതാണ് ഒന്നാമത്തെ ഇസ്മ ഇതാണ്. ഇതിന് ബദലാണ് ഏത്? സിറാത്തുല്ലദീന എന്നുള്ളത് സിറാത്താണ്. ഇത് തന്നെയാണ് ഈ മുബുദൽ മിൻഹു ആകുന്ന ഈ സിറാത്ത് തന്നെയാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നുള്ളത്. ഇത് കുല്ല് തന്നെയാണ് ഉദ്ദേശം. മനസ്സിലായോ? മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിച്ച, അള്ളാഹു ഗുണം ചെയ്ത ആളുകളുടെ വഴിയാണ്. അള്ളാഹു ദേഷ്യപ്പെട്ടവരുടെയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയവരുടെയോ വഴിയല്ല. അപ്പോൾ ഈ അസ്റാത്ത് എന്ന മുബുദൽ മിൻഹുവിൽ നിന്ന് ബദലാണ് സുറാത്ത എന്നുള്ളത്. ഇറാബ് ക്ലിയറാണ്, നെസ്ബാണ്, പത്തത്ത് കൊണ്ട് നെസ്ബാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ അടുപ്പിച്ചില്ല എന്നുള്ളൂ. മുസ്തഖീം എന്നുള്ളൊരു സിഫത്തിൻ്റെ ഇടയിൽ കയറി കൂടി അത് വിഷയാക്കണ്ട. മുസ്തഖീം എന്നുള്ളൊരു സിഫത്തിൻ്റെ ഇടയിൽ കയറി കൂടി അത് നോക്കണ്ട. ഇതാണ് ഇതിൻ്റെ ബദൽ. ഓക്കെ അല്ലേ ഷംന? യെസ്. അടുത്തത് വലില്ലാഹി, അള്ളാഹുവിനിക്ക് വേണ്ടി, അലന്നാസി ജനങ്ങളുടെ മേൽ നിർബന്ധമാണ്, ഹിജ്ജുൽ ബൈത്തി ഹജ്ജ് ചെയ്യൽ, കഅബയെ ഉദ്ദേശിക്കൽ. അപ്പൊ ഇവിടെ ജനങ്ങൾ, അലന്നാസി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗം ജനങ്ങളും അതിൽപ്പെടും, ലോകത്തുള്ള മുഴുവൻ ആളുകളും. അപ്പൊ അതിൽ നിന്നും ബദല് പറയുകയാണ് മൻ, ഒരുത്തർ. അപ്പോൾ ഈ കുല്ല്, ഇത് കുല്ല, മുബുദൽ മിൻഹു ആകുന്ന അന്നാസ് എന്നത് കുല്ലാണ്. പക്ഷെ അതിൽ നിന്നും ബദല് കൊണ്ടുവന്നത് ബഅലാണ്. എങ്ങനെ ബഅൽ എന്ന് മനസ്സിലായത്? മനിസ്തതാഅ ഇലൈഹി സബീല, ഹജ്ജിന് കഴിവുള്ളവർക്ക്. ജനങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമില്ല, ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവർക്ക്. അപ്പൊ ജനങ്ങൾ എന്ന പദത്തിൽ ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവരും പെടും, കഴിവില്ലാത്തവരും പെടും. അപ്പൊ അതിൽ നിന്നും ബദലായി കൊണ്ടുവന്ന മൻ എന്ന പദം ബഅലാണ്, ഒരു പാർട്ടാണ്. അതായത് ഹജ്ജ് ചെയ്യുന്നതിനു വേണ്ടി സൗകര്യങ്ങൾ കഴിവുള്ള ആളുകൾക്ക് നിർബന്ധമാണ് എന്നാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഷംന? ഇനി മൂന്നാമത്തെ ആയത്ത് നോക്കുക. യസ്അലൂനക, അവർ അങ്ങയോട് ചോദിക്കും നബിയെ, അനിശ്ശഹിരിൽ ഹറാം, ഹറാമായ മാസത്തെക്കുറിച്ച് ചോദിക്കും. ഹറാമായ മാസത്തെക്കുറിച്ച് ചോദിക്കും. ഹറാമായ മാസം, യുദ്ധം ഹറാമായ 4 മാസങ്ങളുണ്ടല്ലോ. ദുൽഹിജ്ജ അല്ലേ, മുഹറം, സഫർ, റജബ് തുടങ്ങിയിട്ടുള്ള 4 മാസങ്ങളുണ്ട്. ഈ 4 മാസങ്ങളിൽ കുറിച്ച് അവർ ചോദിക്കും. പിന്നെ ഈ അശ്ശഹർ എന്നുള്ളതാണ് കുല്ല് ബദല്, മുബുദൽ മിൻഹു ഒന്നാമത്തെ ഇസ്മ. അതിന്നും ബദല് കൊണ്ടുവന്നിക്കാണ് ഖിതാലിൻ ഫീഹി, ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ മാസം എന്ന് പറഞ്ഞ ആ മാസത്തെ കുറിച്ചാണോ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ? അല്ല, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് അവർ ചോദിക്കും. അപ്പോ മാസം മാസത്തിന്റെ ബഅലുമല്ല, മാസത്തിന്റെ കുല്ലുമല്ല, ആ മാസവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമായ യുദ്ധം ചെയ്യുക എന്നതിനെ കുറിച്ച് ചോദിക്കും. ഖിതാലിൻ എന്നത് ബദലാണ്. ആ ബദലിന്റെ പേര് ബദലുൽ ഇസ്തിമാൽ, ബദലുൽ ഇസ്തിമാൽ എന്നാണ് അതിന് പേര്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പറയും. ഷംന, ഓക്കെ, വായിക്ക് ഫൈസ, വായിക്കിനി. ഫസ്ലുൻ, വായിച്ചോ. ഫസ്ലുൻ അത് ഒരു അധ്യായമാണ്. യെസ്. വൽ ബദലു, ബദല് സലാസത്തു അഖ്സാമിൻ, 3 വിധമാകുന്നു. ഒന്നാമത്തേത് ബദലുൻ കുല്ലു
ബദലുൽ കുല്ലി മിനൽ കുല്ലി, അങ്ങനെ വായിക്കാം കേട്ടോ. ബദലുൽ കുല്ലി മിനൽ കുല്ലി. ആ ഒരു ഒരു പുല്ല് മുഴുവനായും ഉദ്ദേശിക്കുന്നത്. ആ ജാഅനി സൈദുൻ അഖുക. ആ സൈദ് സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു. ആ സെയ്ദ് വന്നു എന്തെന്ന് നിന്റെ സഹോദരൻ, അങ്ങനെ അർത്ഥം പറയാം കേട്ടോ. സെയ്ദ് വന്നു, പിന്നെ അതിന്റെ സ്ഥാനത്തേക്ക് നിന്റെ സഹോദരൻ വന്നു എന്നാക്കി മാറ്റി. വായിച്ചോ. قال الله تعالى പറയുന്നു اهدنا الصراط المستقيم صراط الذين أنعمت عليهم. അവിടെ അവിടെ എന്താ ഉണ്ടായത്? അർത്ഥം പറയണമെന്നില്ല, അവിടെ കാര്യം എന്താ? ആ യെസ്. ആ അയ്യോ. ആ ബാക്കി അബുദല, അള്ളാഹു ബദല് പറഞ്ഞു. അബുദല, അള്ളാഹു ബദല് പറഞ്ഞു. ആ എന്തിനെ? ആ രണ്ടാമത്തതായ സിറാത്ത് എന്നതിനെ ബദല് പറഞ്ഞു. ആ എന്തിനെ തൊട്ട്? ആ യെസ്. നീ കാശിഫ് വായിക്ക്. രണ്ടാമത്തത് ആ മീൻ തിന്നു എന്തെന്ന് മീൻ്റെ തല തിന്നു. യെസ്. പിന്നെ അവിടെ അത് ബദല് ബാഗാണ് അല്ലേ? ബദലുൽ ബാഗ്. ആ ബാക്കി നമ്മുടെ നാസ് എന്നത് അന്നാസിനെ തൊട്ട് അന്നാസിൽ നിന്ന് ബദലായി മനിസ്തത്ത എന്നുള്ളതിനെ അള്ളാഹു കൊണ്ടുവന്നു. ആ ഇനി ക്ഷമ വായിക്ക് ബാക്കി. അഴിക്കപ്പെട്ടു. അവിടെ അവിടെ എന്താണ്? ബദൽ ഇസ്തിമാലാണ് അല്ലേ? കാരണം വസ്ത്രവും സെയ്ദും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട് എന്നുള്ളൂ. എന്തില്ല? വസ്ത്രമാണോ സെയ്ദ്? സെയ്ദിന്റെ എന്തെങ്കിലും പാർട്ടാണോ വസ്ത്രം? രണ്ടും അല്ല. അപ്പൊ പിന്നെ സെയ്ദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഇതിനെ തൊട്ട് അഷ്ഹരിൽ ഹറാം എന്നതിനെ തൊട്ട് ബദലാക്കി. അബുദല എന്ന് പറഞ്ഞാൽ ബദലാക്കി, കിതാലിനെ ബദലാക്കി ഷഹറുൽ ഹറാമിനെ തൊട്ട്. ആരാ ബദലാക്കിയത്? ആരാ ബദലാക്കിയത്? ആരാ ബദലാക്കിയത്? ബദൽ ചെയ്തത് ആരാ? ആരാണ് ബദലാക്കി പറഞ്ഞത്? അള്ളാഹു.
ആരാ ബദൽ? ഇപ്പൊ ആയത്തല്ലേ, ബദലാക്കിയത് ആരാണ്? അത് അള്ളാഹുവാണ്. മറ്റോടത്തൊക്കെ ആയത് തന്നെ. ഇവിടെ ഇവിടെ ആയത്തിൽ പറഞ്ഞ ബദലാക്കിയതൊക്കെ, മൂന്ന് ആയത്തിലും ബദലാക്കിയത് അള്ളാഹുവാണ്. അപ്പോൾ ഖിതാല് എന്നുള്ളതിനെ ഷഹ്രിൽ ഹറാം എന്നതിനെ തൊട്ട് എന്ത് ചെയ്തു? ബദലാക്കി. ക്ലിയർ ആണല്ലോ അല്ലേ? ഇതാണ് ഇനി അതിൻ്റെ ഉദാഹരണം. ബദല് മൂന്ന് വിധം: ബദലുൽ കുല്ല്, ബദലുൽ ചുരുക്കി പറയുമ്പോൾ ബദലുൽ കുല്ല്, ബദലുൽ ബഅദ്, ബദലുൽ ഇസ്തിമാൽ. അങ്ങനെ പറഞ്ഞാൽ മതി. ബദലുൽ കുല്ല് മിനൽ കുല്ല്, ബദലുൽ ബഅദ് മിനൽ കുല്ല്, ബദലുൽ ഇസ്തിമാൽ എന്ന് പറയണമെന്നില്ല. ബദലുൽ കുല്ല്, ബദലുൽ ബഅദ്, ബദലുൽ ഇസ്തിമാൽ. ജാഅനി സൈദുൻ അഖൂക, ഉദാഹരണം. അക്കൽതു സമക്കത്ത റഅസഹ, സുലിബ സൈദുൻ സൗബുഹു. ഇവിടെ ശ്രദ്ധിക്കണേ, ഇതിലേതൊക്കെ ബദലാണെന്ന് പറയണം കേട്ടോ. ഇസ്തമഅ അന്നാസു, ജനങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. അഹ്ലുൽ ജുമുഅത്തി, ജുമുഅന്റെ അഹ്ലുകാർ. ഇതിൽ ബദലേതാ? മുബ്ദല മിൻഹു ഏതാണ്? ഏത് ബദല വരിക? അന്നാസ്. ബദലു ബദലു കുല്ല വരിക. അന്നാസ് എന്ന് പറഞ്ഞാൽ ബദലുൽ ബഅദ്. കാരണം എല്ലാ ജനങ്ങളും നാസ് എന്നുള്ളതിൽ പെടും. ജുമക്ക് വന്നവരും പെടും, ജുമക്ക് വരാത്തവരും പെടും. അപ്പൊ അതിന് എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ജനങ്ങളിൽ നിന്നും ജുമുഅയുമായി ബന്ധപ്പെട്ട ആളുകൾ. ഇലൽ ഖതീബി മുഹമ്മദിൻ, ഇലൽ ഖതീബി മുഹമ്മദ്. അവിടെയോ? ഖതീബ് മുഹമ്മദ്. അവിടെ ഏത് ബദല വരിക? അത് ബദൽ കുല്ലാണ്. കാരണം ഖതീബ് തന്നെയാണ് ആര്? മുഹമ്മദ്. ഖതീബിന്റെ ഒരു പാർട്ടോ ഈ ഖതീബുമായി ബന്ധപ്പെട്ട ആളോ അല്ലല്ലോ. ഖതീബ് തന്നെയാണ് ഖുത്ബ ഓതുന്ന ആളെ, പ്രസംഗിക്കുന്ന ആള്. യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം. ഫഅസ്സറത്തിൽ ഖുതുബത്തു, ആ ഖുതുബ സ്വാധീനിച്ചു. മവാഇദുഹ, ആ ഖുതുബയിലെ ഉപദേശങ്ങൾ. അപ്പൊ അവിടെ അതേത് ബദല? അൽ ഖുതുബത്തു മവാഇദുഹ ഫിൽ ഖുലൂബ്. അല്ലല്ലോ, ബദൽ ഇസ്തിമാൽ അല്ലല്ലോ. എങ്ങനെ വരിക? ഖുതുബയിൽ ഉപദേശങ്ങളും ഉണ്ടാവും, ബിസ്മി ഉണ്ടാവും, ഹംദ് ഉണ്ടാവും, സ്വലാത്ത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ അതിന്റെ ബദലുൽ ബഅദ് തന്നെയാണ് അവിടെ. ഖുതുബ പ്രസംഗേ, ഖുതുബ എന്ന് പറഞ്ഞാൽ സാധാ പ്രസംഗം അല്ല, ജുമുഅയിലെ ഖുതുബയാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഖുതുബയുടെ ഉപദേശം എന്നുള്ളത് പറഞ്ഞാൽ ഏതാ? ഖുതുബന്റെ പാർട്ടാണല്ലോ അല്ലേ? അടുത്ത് ഫദറഫത്തിൽ ഉയൂനു ദുമൂഉഹ, കണ്ണുകൾ കണ്ണുനീർ പൊഴിച്ചു. അൽ ഉയൂനു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തെന്ന്? ദുമൂഉഹ, കണ്ണുകളിലെ കണ്ണുനീർ നിറഞ്ഞൊഴുകി. അതേത് വരിക? അത് ഇസ്തിമാല വരിക അല്ലേ? കണ്ണിന്റെ പാർട്ടല്ലല്ലോ കണ്ണുനീര്. കണ്ണിന്റെ പാർട്ട് ഏതാ? പല പാർട്ടുകൾ മൊത്തമാണ്. അതിൽ കണ്ണുനീരയിൽ പെട്ടല്ല, അത് പിന്നെ അതിന് ഉണ്ടായിത്തീരുന്നതാണ്. പിന്നെ ഫഅസ്നന്നാസു, ജനങ്ങൾ പ്രകീർത്തിച്ചു. മുഅളമുഹും, ഭൂരിഭാഗം ജനങ്ങളും. അതായത് വരിക അന്നാസു മുഅളമുഹും. ബദലുൽ ബഅദ്. യെസ്, ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഷംന, കാശിഫ, ക്ലിയർ അല്ലേ? ജനങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഭൂരിഭാഗം ആളുകളും എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളും അല്ല, അപ്പോൾ ബഅദുൽ ബഅദാണ്. അൽ ഖതീബി, ഖതീബിന്റെ മേൽ സ്തുതിച്ചു, മദ്ഹ് പറഞ്ഞു. എന്തെന്ന്? ഉസ്ലൂബിഹി വസ്, ഖതീബിന്റെ ശൈലിയെ. അതോ അവിടെയോ? ഇസ്തിമാൽ, ശൈലിയാണല്ലോ. ഖതീബ് എന്ന് പറഞ്ഞാൽ ഖതീബിന്റെ പാർട്ടല്ല, ശൈലി. ഖതീബുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അദ്ദേഹം എടുക്കുന്ന ശൈലി. ഖതീബിന്റെ കുല്ലു അല്ല ഉസ്ലൂബ് എന്നുള്ള പദം.
അടുത്തത് വെച്ചു കൊടുക്കാനാട്ടാ. ഉജൂബത്തുൽ ഹിന്ദ്, ഇന്ത്യയിലെ മഹാത്ഭുതം. ഉജൂബത്ത് എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. അൽ ഹിന്ദ്, ഇന്ത്യയിലെ മഹാത്ഭുതം. ഹന്തസത്തിഹ എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ്. മഹാറത്തഹും, അവരുടെ കഴിവ്, സ്കിൽ. അക്സറുഹും, അധികം ആളുകൾ. ആ പറയും. യദ്ഹബു, പോകുന്നു, അസ്സായിഹൂന, ടൂറിസ്റ്റുകൾ, ഇലാ താജ്മഹൽ, താജ്മഹലിലേക്ക്. ഫയതഅജ്ജബൂന, അവർ അത്ഭുതപ്പെടുന്നു, ബിബിനാഇഹ, അതിൻ്റെ നിർമ്മാണത്തിൽ. വയത്തക്കല്ലമൂന, അവർ സംസാരിക്കുന്നു, അൻ ഉമ്മാലിഹ, അത് നിർമ്മിച്ച തൊഴിലാളികളെ കുറിച്ച്. അതിലെ ഡാഷുള്ള സ്ഥലത്തെ അതൊക്കെ കൊടുക്കുക. ഏതാണ്, ഏതാ വരിക? ഇതാ വരിക കേട്ടാ ഫൈസ. എല്ലാവരും പോവോ? എല്ലാ ടൂറിസ്റ്റുകളും പോവോ? ധാരാളം ആളുകൾ, കൂടുതൽ ടൂറിസ്റ്റുകൾ നടത്തും. അപ്പോൾ ബദലുൽ ബഅലാണിത്. ഇലാ താജ്മഹൽ, താജ്മഹലിലേക്ക് പോകും. അവിടെ എന്താ വരിക? താജ്മഹലിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അതിൽ ഏത് വരും? ഷംന. ഉജൂബത്തിൽ ഹിന്ദ്, ഇന്ത്യയിലെ മഹാത്ഭുതത്തിലേക്ക്. താജ്മഹൽ തന്നെയാണ് ഇന്ത്യയിലെ മഹാത്ഭുതം അല്ലേ? ബദലുൽ കുല്ലാണത്. അപ്പൊ ഇത് രണ്ടാമത്തെ. പിന്നെ ഫയതഅജ്ജബൂൻ, അവർ അത്ഭുതപ്പെടുന്നു, ബിബിനാഇഹ, അതിന്റെ നിർമ്മാണത്തിൽ. ഏത് വരും? ഏതാ വരിക? അതിന്റെ എഞ്ചിനീയറിംഗില്, അതുണ്ടാക്കിയ എഞ്ചിനീയറിംഗിന്റെ ശക്തിയിൽ അവർ അത്ഭുതപ്പെടുന്നു. ഫയതകല്ലമൂൻ, അവർ സംസാരിക്കുന്നു, അൻ ഉമ്മാലിഹ, തൊഴിലാളികളെ കുറിച്ച്. തൊഴിലാളികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്താ വരിക? മഹാറത്തിഹിം, അവരുടെ സ്കില്ല്, അവരുടെ സ്കില്ലിനെ കുറിച്ച് പറയും. എല്ലാവരും വന്നോ? അവരൊന്ന് പഠിക്കാൻ പറയാം, പഠിക്കാൻ പറയാം കേട്ടോ. അവരുടെ സ്കില്ലിനെ കുറിച്ച് പറയും. ക്ലിയർ അല്ലേ? ഷംന, അടുത്ത പാഠം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇതിൻ്റെ ഇതിലേക്ക് പോവാം. കാന മുഹമ്മദുൻ ഷറഫുദ്ദീനിൽ ബൂസുരിയു മസലൻ ഫരീദൻ ഫി ഖർലിൽ അശ്ആരി മദ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദഅ ഹയാത്തഹു അൽ ഹയാത്ത അശ്ശിഅരിയ്യ മുൻദു സിഗരിഹി. ഖദ് ഇസ്തഹറ അൽ ബൂസിരിയു സ്വീതുഹു ഫി ജമീഇ അൻഹാഇൽ ആലം. വഖദ് അത്റബത്ന ഖസീദത്തുഹു ഉദൂബത്തുഹു. ഇവിടെ ഇമാം ബൂസീരി എന്ന് എഴുതുക, പറയുമ്പോൾ ബൂസൂരി എന്ന് പറയും.
ഇമാം ബൂസ്വീരി റഹിമഹുല്ല പദ്യം ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഒരു ഒറ്റപ്പെട്ട എന്താണ് ആർക്കും എത്താൻ പറ്റാത്ത ഒരു സ്ഥാനത്തെത്തിയ ഒരു മഹാനായി. ഖർളിൽ അഷ്ആർ, പദ്യം ഉണ്ടാക്കുക. പദ്യം ഉണ്ടാക്കുന്ന മദ്ഹി റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലായിട്ട്. അദ്ദേഹത്തിൻ്റെ കവിത പരമായ ജീവിതം ആരംഭിച്ചു കുട്ടിക്കാലം മുതൽക്ക് തന്നെ. ഖദിസ്തഹറൽ ബൂസ്വീരി, ഇമാം ബൂസ്വീരി റഹിമഹുല്ല പ്രസിദ്ധമായി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പ്രസിദ്ധമായി. ഫി ജമീഇ അൻഹാഇൽ ആലം, ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തും. വഖദ് അത്റബത്തുന ഖസീദത്തുഹു, അദ്ദേഹത്തിൻ്റെ ഖസീദ നമുക്ക് അത്ഭുതമുണ്ടാക്കി തരുന്നു. ഉദൂബത്തുഹു, അതിൻ്റെ നല്ല ശൈലി. അപ്പോൾ ഇവിടെയും കുറേ ബദലുകളുണ്ട്. ബദലും മുബദലും ഉണ്ട്. ഒന്ന് പറയാൻ കഴിയുമോ? ഇത് ബദലാണ്. മുഹമ്മദ് ഷറഫുദ്ദീൻ, ഖർളിൽ അഷ്ആർ, മദ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖർളി എന്നുള്ള അവിടെ കേട്ടോ, മദ്ഹി റസൂലില്ലാഹി. ഹയാത്തഹു അൽ ഹയാത്ത് ശിഅരിയ, ബദലാണ്. ഇനി അതിനുണ്ടാ പറയും കാശിപ്പ. എന്താ കേൾക്കണില്ലേ? ഷംന, ഫൈസ, ഇനി ഉണ്ടോ? ഞാൻ അപ്പോൾ 3 4 പറഞ്ഞു. അല്ല 3 പറഞ്ഞു. അയ്യോ, അതെവിടെ? ഇതില്ല, അത് ഇലാഫത്താണ്. ജമീഇ അൻഹാഇൽ ആലം, ലോകത്തിൻ്റെ വ്യത്യസ്ത മുഴുവൻ ഭാഗങ്ങളിൽ. പിന്നെ പറണ്ട, അതല്ല കേട്ടോ. ഇവിടെ അൽ ബൂസ്വീരിയു സീത്തു, ഇത്. പിന്നെ പറണ്ട. ഖസീദത്തുഹു ഉദൂബത്തുഹു. ഓക്കെ, അതിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കണേ. തമത്തഅ, എൻജോയ് ചെയ്തു. സയ്യാഹു, ടൂറിസ്റ്റ്. ബിൽ ബുസ്താൻ, പൂന്തോട്ടം. അസ്ഹാരി, തോട്ടത്തിലെ പൂക്കളെ കൊണ്ട്. ഇതേത് ബദല? പൂക്കൾ മാത്രമല്ലല്ലോ, പൂക്കളും ഉണ്ടാവും, ചെടികളുണ്ടാവും, അല്ലേ? ബദലുൽ ബാദ്. തസല്ലക്കൽ ഗിൽമാൻ, കുട്ടികൾ കയറി. അൽ ജബല, മല. നിസ്ഫഹു, പകുതി. അതേത് ബദല? ഏത് ബദല? മല പകുതി കയറിയെന്ന്. ആ, ഉറപ്പല്ലേ കാശിപ്പ? ബദല് ബഅദ്. മലയുടെ പകുതിയല്ലേ മല എന്ന് പറഞ്ഞതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗം തന്നെ അല്ലേ? അഅജബത്നി ഹദീഖത്തുൽ ഹയവാനാത്ത്, സൂ. ഹദീഖത്തുൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞ സൂ എന്നെ അത്ഭുതപ്പെടുത്തി. തിംസാഹുഹ, ആ സൂയിലെ മുതല അത്ഭുതപ്പെടുത്തി.
കാശിഫ بدل الكلي പഠിച്ചോനെ സൂല് മുതല മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നും ബദലുൽ ബാലാണ്. മൂന്നും ബദലുൽ ബാലാണ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടി നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും.